ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് BEGS 185 നിന്നും പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്കുകളാണ് സമ്മറ്റീവ് അസസ്മെൻറ്റ് ആൻഡ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. നോക്കാം ആദ്യം തന്നെ വാട്ട് ഈസ് ആൻ അസസ്മെൻറ്റ് അല്ലെ. അസസ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. അസസ്മെൻറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മെഷറിംഗ് ലേണിംഗ് ആൻഡ് പ്രോഗ്രസ് അല്ലെ. നമുക്കറിയാം, ഒരു എഡ്യൂക്കേഷണൽ സംവിധാനത്തിനെ സംബന്ധിച്ചിടത്തോളം അസസ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലേ. അപ്പം നോക്കാം, ഇറ്റ് ഹെൽപ്സ് ടീച്ചേഴ്സ് ഐഡൻറ്റിഫൈ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ലേണേഴ്സ് അല്ലെ. അപ്പം നമുക്കറിയാം, ഈ ഒരു അസസ്മെൻ്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ സഹായിക്കുന്നത് എന്തിനു വേണ്ടി, ലേണേഴ്സിൻ്റെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും അല്ലേ. അപ്പം എത്രത്തോളം ലേണേഴ്സ് സ്കിൽഡ് ആണ്, അതുപോലെ തന്നെ ലേണേഴ്സിന് പഠിക്കുന്ന സ്റ്റുഡൻസിന് ഏതൊക്കെ മേഖലകളിലാണ് വീക്ക് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ അവർ ഏതൊക്കെ മേഖലകളിലാണ് അവർ എക്സ്പേർട്ട് ആയിട്ടുള്ളത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസസ്മെൻറ്റ് നടത്താറുള്ളത് അല്ലേ. അസസ്മെൻറ്റ്സ് മേ ബി ഫോമൽ ആൻഡ് ഇൻഫോമൽ അല്ലേ. അസസ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് രണ്ട് രൂപത്തിൽ നമുക്ക് ഇതിനെ കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും. ഏതൊക്കെ? ഫോമൽ ആൻഡ് ഇൻഫോമൽ. ദേ സപ്പോർട്ട് എഫക്റ്റീവ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. പിന്നെ അസസ്മെൻറ്റ് നമ്മൾ സാധാരണ കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ ടീച്ചിങ് എത്രത്തോളം എഫക്റ്റീവാണ് അല്ലെ, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എത്രത്തോളം എഫക്റ്റീവാണെന്ന് തിരിച്ചറിയാനും പോരായ്മകളെ ഐഡൻറ്റിഫൈ ചെയ്ത് സോൾവ് ചെയ്യാനും എന്ത് നമ്മളെ സഹായിക്കുന്നുണ്ട്, അസസ്മെൻറ്റ് സഹായിക്കുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് ദേ സപ്പോർട്ട് എഫക്റ്റീവ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ഇനി നമുക്ക് നോക്കാം, രണ്ട് ടൈപ്പ് അസസ്മെൻ്റ് ആണ് പ്രധാനമായിട്ടും മേജറായിട്ട് വരുന്നത്, സമ്മറ്റീവ് അസസ്മെൻ്റ് ആൻഡ് ഫോർമറ്റീവ് അസസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നോക്കാം ആദ്യം തന്നെ സമ്മറ്റീവ് അസസ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. സമ്മറ്റീവ് അസസ്മെൻറ്റ് ആർ കണ്ടക്റ്റഡ് അറ്റ് ദി എൻഡ് ഓഫ് എ കോഴ്സ് ഓർ ടേം അല്ലെ. അപ്പം സമ്മറ്റീവ് അസസ്മെൻറ്റ് നമ്മൾ സാധാരണ കണ്ടക്ട് ചെയ്യാറുള്ളത്, നടത്താറുള്ളത് ഒരു കോഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ടേമിൻ്റെ എൻഡിലാണ് അല്ലേ. അതുപോലെ തന്നെ ദേ മെഷർ ഓൾ ഓവർ ലേണിംഗ് അച്ചീവ്മെൻറ്റ് അല്ല. നമുക്കറിയാം, നമ്മൾ സെമസ്റ്റർ എക്സാംസ് നടത്താറുണ്ട്, ചില യൂണിവേഴ്സിറ്റീസൊക്കെ ഇയർ വൈസ് ആണ് എക്സാംസ് നടത്താറുള്ളത് അല്ലേ. ഇങ്ങനെയുള്ള ടേമിൽ ഒരു പെർട്ടിക്കുലർ പീരീഡിന് ശേഷം നമ്മൾ നടത്തുന്ന എക്സാംസിനെയാണ് നമ്മൾ സമ്മറ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സമ്മറ്റീവ് അസസ്മെൻറ്റ് അല്ലെങ്കിൽ സമ്മറ്റീവ് വാല്യുവേഷൻ നമ്മൾ നടത്തുന്നത് എപ്പോഴാണ്, ആഫ്റ്റർ എ പെർട്ടിക്കുലർ പീരീഡ് അല്ലേ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ടേം എക്സാംസ് നടത്താറുണ്ട്, ഹാഫ് ഇയർലി എക്സാം, ക്വാർട്ടർലി എക്സാം, ഇയർലി എക്സാംസ് ഒക്കെ നടത്താറുണ്ട് അല്ലേ. ഇതുപോലെ ആഫ്റ്റർ പെർട്ടിക്കുലർ പീരീഡിന് ശേഷം അല്ലെങ്കിൽ ഒരു കോഴ്സിന് ശേഷമൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന അസസ്മെൻറ്റിനെയാണ് സമ്മറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ദേ മെഷർ ഓവറോൾ ലേണിംഗ് അച്ചീവ്മെൻറ്റ് അല്ല. അതുപോലെ തന്നെ മൊത്തത്തിൽ എത്രത്തോളം കുട്ടി ഒരു കോഴ്സ്, ഒരു പേപ്പർ പഠിച്ചിട്ടുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഓവറോൾ ലേണിംഗ് അച്ചീവ്മെൻറ്റ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സമ്മറ്റീവ് അസസ്മെൻറ്റ് നമ്മൾ നടത്താറുള്ളത്. ദീസ് അസസ്മെൻറ്റ്സ് ഹെൽപ്പ് ഇൻ മേക്കിംഗ് ഫൈനൽ അക്കാഡമിക് ഡിസിഷൻ. ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളാം. ഫൈനൽ അക്കാഡമിക് ഡിസിഷൻ അല്ലെ. നമുക്കറിയാം, അവസാനം കുട്ടി പാസ്സായിട്ടുണ്ടോ അതോ ഫെയിലർ ആണോ എന്ന് തീരുമാനിക്കാൻ അല്ലെ. ഇതാണ് നമ്മൾ ഫൈനൽ അക്കാഡമിക് ഡിസിഷൻ അല്ലേ. പ്രൊമോട്ടഡ് ആവുക ഹയർ സ്റ്റഡീസിന്, അതുപോലെ തന്നെ ഹയർ ക്ലാസ്സുകളിലേക്കൊക്കെ പ്രൊമോട്ടഡ് ആണോ അല്ലേ എന്നറിയാനാണ് കോമൺ ആയിട്ട് സമ്മറ്റീവ് അസസ്മെൻറ്റ് നമ്മൾ നടത്താറുള്ളത്. ഇനി നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ പേർപ്പസ്, എന്തൊക്കെയാണെന്ന് നോക്കാം. ടു ഇവാലുവേറ്റ് ടോട്ടൽ ലേണിംഗ് ഗെയിൻഡ് ബൈ സ്റ്റുഡൻസിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു പേർപ്പസ്, ഉദ്ദേശം എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടോട്ടൽ ലേണിംഗ് ഒരു പെർട്ടിക്കുലർ ടൈമിന് ശേഷം കുട്ടി എത്രത്തോളം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഇവാലുവേറ്റ് ചെയ്യാനാണ്. മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ ഗ്രേഡിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ. അപ്പം ഗ്രേഡ് കൊടുക്കാനും അതുപോലെ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ്, മീൻസ് കുട്ടി ഫെയിലർ ആണോ അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് പാസ്സായോ എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് സാധാരണ നമ്മൾ സമ്മറ്റീവ് അസസ്മെൻറ്റ് നടത്താറുള്ളത്. ഹെൽപ്സ് ഇൻ പ്രൊമോഷൻ ടു ഹയർ ക്ലാസ്സസ് ഓർ കോഴ്സസ് അല്ലേ. അപ്പം ഹയർ ക്ലാസ്സസിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, മറ്റ് കോഴ്സുകളിലൊക്കെ ഹയർ സ്റ്റഡീസിന് പോകാനൊക്കെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ്, പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ ആയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു സമ്മറ്റീവ് അസസ്മെൻറ്റ് അല്ലെങ്കിൽ സമ്മറ്റീവ് ഇവാലുവേഷൻ നമ്മൾ നടത്താറുള്ളത്. ഓക്കെ, ഇനി നോക്കാം. സമ്മറ്റീവ് അസസ്മെൻറ്റ്സ് ആർ ഓക്കെ, അടുത്ത് നോക്കാം. സോറി, യെസ്. ഇനി എക്സാമ്പിൾസ് ഓഫ് സമ്മറ്റീവ് അസസ്മെൻറ്റ് അല്ലെ. സമ്മറ്റീവ് അസസ്മെൻറ്റിന് വരുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ്, ഫൈനൽ എക്സാമിനേഷൻ, സെമസ്റ്റർ എക്സാംസ്, ബോർഡ് എക്സാംസ്, എൻഡ് ടേം എക്സാമിനേഷൻ, ആനുവൽ എക്സാമിനേഷൻ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്, സമ്മറ്റീവ് അസസ്മെൻറ്റിന് എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ ഫോർമറ്റീവ് അസസ്മെൻറ്റ് എന്ന് നോക്കാം. ഫോർമറ്റീവ് അസസ്മെൻറ്റ്സ് ആർ കണ്ടക്റ്റഡ് ഡ്യൂറിങ് ദി
ലേണിംഗ് പ്രോസസ്സ് അല്ല. അപ്പം ഈ ഒരു സമ്മറ്റീവ് അസസ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത, ഇത് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ലേണിംഗ് പ്രോസസ്സ് തന്നെ ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ്. ഇത് എപ്പോഴല്ല നടക്കുന്നത്, ആഫ്റ്റർ പർട്ടിക്കുലർ ഡ്യൂറേഷന് ശേഷമല്ല, ടൈമിന് ശേഷമല്ല ഈ ഒരു ഫോർമേറ്റീവ് അസസ്മെൻറ്റ് നടത്തുന്നത്. ആ ഒരു എൻറ്റയർ ഓരോ ക്ലാസ്സുകളിലും ചിലപ്പം നടന്നുകൊണ്ടിരിക്കും, ഈ ഒരു ഫോർമേറ്റീവ് അസസ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കും. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു പർട്ടിക്കുലർ പീരീഡിന് ശേഷമല്ല നടക്കുന്നത് ഈ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് നടക്കുന്നത്. എക്സാമ്പിൾസ് നോക്കുന്ന സമയത്ത് കാര്യങ്ങൾ കുറച്ചും കൂടെ ക്ലാരിറ്റി വരും. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ദേ അസസ്സസ്, നോക്കൂ, ലേണേഴ്സ് പ്രോഗ്രസ് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് നമ്മൾ സാധാരണ അസസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്ത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ലേണേഴ്സിൻ്റെ പ്രോഗ്രസ് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജ്. ഓരോ സ്റ്റേജിലും ലേണേഴ്സിൻ്റെ പ്രോഗ്രസ്, അവരുടെ ഡെവലപ്മെൻറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ഈ ഒരു അസസ്മെൻറ്റ് നടത്തുന്നത്, ഫോർമേറ്റീവ് അസസ്മെൻറ്റ് നടത്തുന്നത് അല്ലേ. സമ്മറ്റീവ് അസസ്മെൻറ്റ് ആഫ്റ്റർ പെർട്ടിക്കുലർ പീരീഡിന് ശേഷമാണ് അല്ലേ. എന്നാൽ ഇത് കണ്ടിന്യൂസ് ആണ്. ഓരോ സ്റ്റേജിലും കുട്ടിയുടെ ഗ്രോത്ത് അറിയാൻ, ഡെവലപ്മെൻറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് നടത്തുന്നത്. ദേ ഹെൽപ്പ് ദ ടീച്ചേഴ്സ് ഇംപ്രൂവ് ടീച്ചിങ് മെത്തേഡ് അല്ലേ. അതുപോലെ തന്നെ ഈ ഒരു ഫോർമേറ്റീവ് അസസ്മെൻറ്റ് നടത്തുന്നത് ടീച്ചേഴ്സിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അവർ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന മെത്തേഡുകളൊക്കെ സക്സസ് ആണോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ കണ്ടെത്താനും ടീച്ചേഴ്സിനെ സഹായിക്കുന്നുണ്ട്, ഈ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കാം ഫീച്ചേഴ്സ് ഓഫ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. കണ്ടക്റ്റഡ് കണ്ടിന്യൂസ്ലി ഡ്യൂറിങ് ലേണിംഗ് അല്ലേ. അപ്പം കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രോസസ്സാണ് ഈ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫോക്കസസ് ഓൺ ലേണേഴ്സ് ഇംപ്രൂവ്മെൻറ്റ് അല്ലേ. ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലേണേഴ്സിൻ്റെ ഇംപ്രൂവ്മെൻ്റ് ആണ്. ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അസസ്മെൻറ്റ് നടത്താറുള്ളത്. പ്രൊവൈഡ് ദ റെഗുലർ ഫീഡ്ബാക്ക് ടു സ്റ്റുഡൻസ്. അതുപോലെ തന്നെ ഈ എക്സാംസിലൂടെ കുട്ടികൾക്ക് റെഗുലർ ആയിട്ടുള്ള ഫീഡ്ബാക്ക് ലഭിക്കും. അവരുടെ ലാംഗ്വേജിൽ അവരുടെ പ്രൊഫിഷ്യൻസി സ്കില്ലുകളൊക്കെ റെഗുലറായിട്ട് അത് അറിയാൻ വേണ്ടി കുട്ടികളെ സഹായിക്കും അല്ലേ. അതുപോലെ തന്നെ എൻകറേജ് പാർട്ടിസിപ്പേഷൻ ഇൻ ആക്റ്റീവ് ലേണിംഗ്. അതുപോലെ തന്നെ ഈ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് നടത്തുന്നതിലൂടെ ഓരോ സ്റ്റുഡൻസിനും ആക്റ്റീവായിട്ട് ക്ലാസ് റൂം ആക്ടിവിറ്റീസിലും ക്ലാസ് റൂമിലും ലേണിംഗ് പ്രോസസ്സിലൊക്കെ ആക്റ്റീവായിട്ട് പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ എക്സാമ്പിൾസ് നോക്കൂ. ഫോർമേറ്റീവ് അസസ്മെൻറ്റിന് എക്സാമ്പിൾസ് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ അങ്ങനെ ക്ലാരിറ്റി വരും. ക്വിസസ്, അസൈൻമെൻറ്റ്സ്, ക്ലാസ് റൂം ഡിസ്കഷൻസ്, ഒബ്സർവേഷൻ, പ്രോജക്ട്സ്, റിപ്പോർട്ട് അല്ലേ. അപ്പം നമുക്ക് കാണാം, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ കണ്ടിന്യൂസ് ആയി നടത്തുന്നതാണ്. ക്വിസസ് ആണെങ്കിലും അസൈൻമെൻറ്റ്സ് ഒക്കെ ആണെങ്കിലും ഇത് കുട്ടികളുടെ എബിലിറ്റീസിനെ, സ്കിൽസിനെ ഒക്കെ, അച്ചീവ്മെൻറ്റ്സിനൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ടീച്ചേഴ്സിന് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ കുട്ടികളും ഏത് മേഖലകളിലാണ് വീക്കായിട്ടുള്ളത്, അപ്പം മെത്തേഡ്സിൽ എന്ത് മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മളൊരു അക്കാഡമിക് സ്റ്റഡീസിനൊപ്പം തന്നെ നടന്നു പോകുന്ന അസസ്മെൻറ്റ് മെത്തേഡുകളാണ് ഈ അസൈൻമെൻറ്റ്സ് കൊടുക്കുന്നതും ക്ലാസ് റൂമിൽ ഡിസ്കഷൻ വെക്കുന്നതും ഒബ്സർവേഷനും പ്രോജക്റ്റൊക്കെ കൊടുക്കുന്നതും കുട്ടികൾ എന്തിനു വേണ്ടിയിട്ട് തന്നെയാണ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പം ഇങ്ങനെയുള്ളൊരു കണ്ടിന്യൂസ് അസസ്മെൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ഫോർമേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അസസ്മെൻറ്റ് തമ്മിലുള്ള ഡിഫറൻസുകൾ ഒരു ഒറ്റ നോട്ടത്തിൽ നോക്കാം. സമ്മറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റഡ് അറ്റ് ദി എൻഡിൽ നടത്തുന്നതാണ്. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റഡ് ഡ്യൂറിങ് ദ ലേണിംഗ്. ആ ഒരു ലേണിങ്ങിൻ്റെ ഒരു കാലയളവ് തന്നെ ചെയ്യുന്നുണ്ട്, അസസ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. എന്നാൽ സമ്മറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ പർട്ടിക്കുലർ പീരീഡ് ആണ്. മെഷേഴ്സ് ഓവറോൾ അച്ചീവ്മെൻറ്റ്, മൊത്തത്തിലുള്ള അച്ചീവ്മെൻ്റ് ആണ് സമ്മറ്റീവ് അസസ്മെൻറ്റിൽ നോക്കുന്നത്. എന്നാൽ മെഷറിങ് ദ ലേണിംഗ് പ്രോഗ്രസ് അല്ലേ. അപ്പം കുട്ടി എത്രത്തോളം ചെയ്തിട്ടുണ്ട്, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ കൊടുക്കുകയാണെങ്കിൽ അതിൽ മെഷർ ചെയ്യുന്നുണ്ട് കുട്ടി എത്രത്തോളം പ്രോഗ്രസ് ആയിട്ടുണ്ട് അല്ലെ, കുട്ടി ഏത് ഫീൽഡിലാണ് വീക്ക് ആവുന്നത്, അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെത്തേഡായിരിക്കും അടുത്ത ക്ലാസ്സുകളിൽ കൊടുക്കുന്നത് അല്ലേ. അപ്പം ഈ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതുപോലെ യൂസ് ഫോർ ഗ്രേഡിംഗ് അല്ലേ, പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്കൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സമ്മറ്റീവ് ഇവാലുവേഷൻ അസസ്മെൻറ്റ് നമ്മൾ നടത്തുന്നത്. യൂസ്ഡ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് അല്ലേ. അപ്പം ഇത്തരത്തിൽ ക്ലാസ് റൂമിൽ ഫോർമറ്റീവ് ആയിട്ടുള്ള അസസ്മെൻറ്റ് ഐറ്റങ്ങളൊക്കെ തന്നെ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, സ്റ്റുഡൻസിൻ്റെ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഏതൊക്കെ നോക്കും നിങ്ങൾ, ഫൈനൽ എക്സാംസ് ആണ് സമ്മറ്റീവ് അസസ്മെൻറ്റിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ക്വിസസ് ആൻഡ് അസൈൻമെൻറ്റ്സ്, റിപ്പോർട്ടുകളൊക്കെയാണ് ഈ ഫോർമറ്റീവ് അസസ്മെൻറ്റിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വരുന്ന ക്ലാസ്സുകളിലൊക്കെ അത്തരം ഡൗട്ടുകൾ നമ്മൾ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. എനിവേ നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.